അച്ഛന്റെ സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാക്കി മകൾ അബിത. CA പരീക്ഷയിൽ മികച്ച വിജയം നേടിയ അബിതയും കുടുംബവും ഏറെ സന്തോഷത്തിലാണ്. ഇന്ന് കാണുന്ന പഠന സൌകര്യങ്ങൾ ഒന്നുമില്ലാതെ സ്വന്തം പ്രയത്നത്തിലൂടെ വർഷങ്ങൾ താണ്ടിയാണ് CA കരസ്ഥമാക്കിയത്. ഓട്ടോറിക്ഷ ഡ്രൈവറായ അച്ഛന്റെ ആഗ്രഹപ്രകാരമാണ് 2008 CA പഠനം ആരംഭിച്ചത്. എന്നാൽ വിവാഹം കഴിഞ്ഞതോടെ പഠനത്തിൽ ചെറിയൊരു ഇടവേള വന്നു. ഭർത്താവിന്റെയും കുടുംബത്തിന്റെയും പരിപൂർണ പിന്തുണ ലഭിച്ചതോടെ പഠനവും ജോലിയും വീട്ടുകാര്യങ്ങളും ഒരുമിച്ച് കൊണ്ടുപോവുകയായിരുന്നു. ഓരോ ദിവസവും ജോലി തിരക്കും മറ്റു തിരക്കുകളും കഴിഞ്ഞു കിട്ടുന്ന സമയത്ത് അച്ഛനു വേണ്ടി വിജയിക്കണം, അത് നേടണമെന്ന ആത്മവിശ്വാസവുമാണ് അബിതയെ വിജയത്തിലേക്ക് നയിച്ചത്. ചാർട്ടേഡ് അക്കൌണ്ടന്റായ ജേക്കബ് സാറിൽ നിന്നും ചാർട്ടേഡ് അക്കൌണ്ടന്റ് വിജേഷ് ഡൊമിനിക്കിൽ നിന്നും സേവനമനുഷ്ഠിച്ചപ്പോൾ കിട്ടിയ അറിവുകളും ചെറുതായി കാണാനാകില്ല. വേണ്ട പോലെ പഠനം നടത്തുവാൻ കഴിയാതിരുന്ന അവസരങ്ങളിലും പരീക്ഷകൾ കൃത്യമായി അറ്റൻഡ് ചെയ്തിരുന്നു. തോൽക്കുമായിരിക്കാം, എന്നാലും ആത്മവിശ്വാസം നഷ്ടപ്പെടാതെ മുന്നോട്ടു പോകുവാൻ കഴിഞ്ഞതുകൊണ്ടാണ് വിജയിക്കുവാനായതെന്നാണ് അബിത പറയുന്നത്. ജോലിക്ക് പോകുന്നുണ്ടായിരുന്നു? അതെ, ഞാൻ ജേക്കബ് സാറിന്റെ ഓഫീസിൽ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ. ആ ഒരു ജോലി തിരക്കിലും പിന്നെ ഈ പഠനം പൂർത്തീകരിച്ചതും പിന്നെ കുട്ടിയുണ്ട്, കുട്ടിയുടെ കാര്യങ്ങൾ, അങ്ങനെ എല്ലാം കൊണ്ടും ബിസി ആയിരിക്കുമ്പോ എങ്ങനെയാണത് മനസ്സിരുത്തി നമ്മൾ പഠിക്കണല്ലോ, അതിനെ പറ്റിയിട്ടൊന്ന് രണ്ടു വാക്ക് പറയോ? അതിനെപ്പറ്റി പഠിക്കുക എന്ന് പറഞ്ഞാൽ ശരിക്കും നന്നായിട്ട് തന്നെ നല്ല ഹാർഡ് വർക്ക് വേണം CA പാസ്സാവണം എന്നുണ്ടെങ്കിൽ. എനിക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ കോൺസെൻട്രേഷൻ മാരേജിന് ശേഷം നമുക്ക് അറിയാലോ, ജോലി പിന്നെ വീട്ടിലത്തെ കാര്യങ്ങളെല്ലാം, അപ്പൊ പഠിക്കാനായിട്ടൊരു സമയം അങ്ങനെ പ്രത്യേകിച്ച് കിട്ടില്ലായിരുന്നു. ജോലി കഴിഞ്ഞ് വീട്ടിൽ വന്നു കഴിഞ്ഞാലും മോന്റെ കാര്യങ്ങളൊക്കെ അമ്മയും അനിയത്തിയൊക്കെ ഉണ്ട്, അവര് നോക്കിക്കോളും. എക്സാമിന്റെ സമയത്ത് മാത്രം നമ്മൾ ഞാൻ ഓഫീസിൽ നിന്ന് കുറച്ച് ദിവസം ലീവ് എടുക്കും, അങ്ങനെയാണ് പഠിച്ചിട്ടുണ്ടായിരുന്നത്. ആ ടൈമിൽ അത്യാവശ്യം നന്നായിട്ട് പഠിച്ചിട്ടുണ്ടായിരുന്നു. ലീവ് എടുക്കുന്ന സമയത്ത് നന്നായിട്ട് ഇരുന്ന് പഠിക്കും. ഇപ്പൊ നമ്മൾ ഒരുപാട് ആഗ്രഹിച്ചിട്ട് ഇപ്പൊ കുറച്ച് ഗ്യാപ്പ് വന്നായിരുന്നല്ലോ, അപ്പൊ ആ ഒരു സമയത്തൊക്കെ ഡൗൺ ആയി പോയി നിമിഷങ്ങളൊക്കെ ഉണ്ട്, ഒരുപാടുണ്ട്. കാരണം നമ്മള് എന്റെ ജൂനിയേഴ്സ് ആയിട്ടുള്ള പിള്ളേരൊക്കെ ഒരുപാട് പേര് പാസ്സായിട്ടുണ്ട്. ജേക്കബ് സാറിന്റെ ഓഫീസിൽ തന്നെ ഒരുപാട് പേര് പാസ്സായിട്ടുണ്ട്, എന്റെ ജൂനിയേഴ്സ് ആയിട്ടുള്ള പിള്ളേര്. അപ്പോ നമ്മള് അവിടെ ഇങ്ങനെ ഫെയിലായിട്ട് നിൽക്കുന്ന സമയത്ത്, പക്ഷെ ഫെയിലായിട്ട് നിൽക്കുകയാണെങ്കിൽ കൂടി ഞാന് എക്സാമിന് പഠിക്കാണ്ട് പോലും ഞാൻ ചുമ്മാ പോയിട്ട് അറ്റംപ്റ്റ് എടുക്കുമായിരുന്നു. എല്ലാ അറ്റംപ്റ്റും ഞാൻ എടുത്തിട്ടുണ്ട്. 2 അറ്റംപ്റ്റോ മറ്റോ, മോനെ പ്രഗ്നന്റ് ആയിരിക്കുമ്പോഴും ഡെലിവറി ടൈമിന് മാത്രമാണ് ഞാൻ എക്സാം എഴുതാണ്ടിരുന്നിട്ടുള്ളത്. ബാക്കി എല്ലാ അറ്റംപ്റ്റും ഞാൻ പോയി എഴുതും. പക്ഷെ അച്ഛന്റെ ഒരു ആഗ്രഹം ആയതുകൊണ്ട് എനിക്ക് സാധിച്ചു കൊടുത്തേ മതിയാവും. അതുകൊണ്ട് ഡ്രോപ്പ് ഔട്ട് ചെയ്യാണ്ട് എഴുതിയതാണ്. ഒരിക്കലും നമ്മളെ ഡ്രീം ഒരിക്കലും നമ്മൾ ആരും ഗിവ് അപ്പ് ചെയ്യരുത്. അത് ഗിവ് അപ്പ് ചെയ്യുന്നിടത്താണ് നമ്മൾ തോറ്റു പോകുന്നത്. ഇന്ന് പല ഇൻസ്റ്റിറ്റ്യൂട്ടുകളിലും CA പരീക്ഷയ്ക്കായി മികച്ച കോച്ചിംഗ് ലഭിക്കുന്നുണ്ട്. എങ്കിലും നന്നായി പരിശ്രമിച്ചാൽ മാത്രമേ CA പരീക്ഷയിൽ വിജയിക്കാനാകൂ എന്നും അബിത തുടർന്ന് പറഞ്ഞു. ഇപ്പോഴും എനിക്ക് നമുക്കൊരു ടൈം ടേബിൾ വെച്ച് പഠിക്കാൻ പറ്റില്ല. കാരണം മാരേജ് കഴിഞ്ഞ് ഫാമിലി ഒക്കെ ആയി കഴിഞ്ഞാൽ നമുക്ക് പിന്നെ ജോലിക്കും പോകുന്നുണ്ട്. അതിന്റെ ഇടയിൽ നമുക്ക് ഒരു ടൈം ടേബിൾ വെച്ച് അങ്ങനെ ഒരു സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള പഠനത്തിനൊന്നും പറ്റില്ലായിരുന്നു. ഇപ്പൊ പക്ഷെ ഒരുപാട് ഇൻസ്റ്റിറ്റ്യൂട്ട്സ് അവൈലബിൾ ആണ്. ഇപ്പൊ പെട്ടെന്ന് കുട്ടികൾക്കെല്ലാം പെട്ടെന്ന് എഴുതിയാൽ കിട്ടുന്നുണ്ട്. ഇപ്പോഴുള്ള കുട്ടികളൊക്കെ ഭയങ്കര ടാലന്റഡ് ആണ്, നല്ല സ്മാർട്ടും ആണ്. പിന്നെ ഇത് വർക്ക് ചെയ്ത് പഠിക്കേണ്ടതാണല്ലോ, അല്ലാതെ കോഴ്സ് ഒരു പുസ്തകത്തിൽ പഠിക്കേണ്ടതല്ലോ. വർക്ക് ചെയ്ത് പഠിക്കേണ്ടതായത് കൊണ്ട് കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവുന്നതാണ്. അതൊക്കെ നമ്മൾ എല്ലാം തരണം ചെയ്യുക, അത്രേ എനിക്ക് പറയാനുള്ളൂ. നമ്മൾ CAക്ക് ചേരുന്ന സമയത്ത് നമ്മൾ തോൽവികൾ ഏറ്റെടുക്കാൻ തയ്യാറാവണം. കാരണം നമ്മൾ തോൽക്കുന്നത് എപ്പോഴാച്ചാ നമ്മൾ ആ ഡ്രീം നമ്മളെപ്പോൾ സ്റ്റോപ്പ് ചെയ്യുന്നു, അല്ലെങ്കിൽ നമ്മൾ ഗിവ് അപ്പ് ചെയ്യുന്ന സമയത്താണ് നമ്മൾ ശരിക്കും തോറ്റു പോകുന്നത്. ഗിവ് അപ്പ് ചെയ്യാണ്ട് അത് എഴുതിയെടുക്കുമ്പോൾ അതാണ് നമ്മളെ ഏറ്റവും വലിയ വിജയം എന്ന് പറയുന്നത്. ഇപ്പോൾ CAക്ക് ചേരുന്ന സമയത്ത് എനിക്ക് ആ കോഴ്സിനെ കുറിച്ച് വലിയ ധാരണയൊന്നും ഉണ്ടായിരുന്നില്ല. അച്ഛൻ പറഞ്ഞിട്ടാണ് ഞാൻ ആ കോഴ്സിനെ കുറിച്ച് അറിയുന്നത്. എൻ്റെ അച്ഛനൊരു ഡ്രൈവറായിരുന്നു. അപ്പോൾ അച്ഛൻ്റെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു. അച്ഛൻ പറഞ്ഞിട്ടാണ് ഞാൻ ആ കോഴ്സിനെ കുറിച്ച് അറിയുന്നതും അതിന് ചേരുന്നതും. അതുകൊണ്ട് തന്നെ എനിക്കത് ഗിവ് അപ്പ് ചെയ്യാൻ പറ്റില്ലായിരുന്നു. എന്ത് ചെയ്താലും ഒരുപാട് പ്രാവശ്യം ഞാൻ ആലോചിച്ചിട്ടുണ്ട് ഡ്രോപ്പ് ഔട്ട് ചെയ്താലോ എന്ന്. ബട്ട് നമ്മള് പാരന്റ്സിന്റെ ഒരു ആഗ്രഹം സാധിച്ചു കൊടുക്കണ്ടേ നമ്മള്. അപ്പൊ ഞാനത് ഗിവ് അപ്പ് ചെയ്യാണ്ട് എഴുതി. സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാക്കിയ മകളുടെ വിജയത്തിൽ സന്തോഷം പങ്കുവച്ച് അയ്യപ്പനും ബേബിയും. അച്ഛന്റെ ഒരു ആഗ്രഹത്തിന്റെ പുറത്ത് CA കോഴ്സ് എടുത്ത മകളാണ് ഇപ്പോ ചാർട്ടേഡ് അക്കൗണ്ടന്റ് ആയിട്ട് മാറിയിരുന്നു. എന്താണ് അച്ഛന് പറയാനുള്ളത്? വളരെ സന്തോഷം.
അഭിമാനം എന്ന് പറയുന്നൊരു ഒരു നിമിഷത്തിൽ നിൽക്കുകയാണല്ലോ. കല്യാണം കഴിഞ്ഞതിന് ശേഷം അവർക്കത് താല്പര്യം നമ്മൾ പ്രോത്സാഹനം കൊടുത്ത് നീ നിർത്തരുത് എന്ന് പറഞ്ഞു. ഇന്ത്യൻ CA പരീക്ഷയിൽ വിജയിച്ചവർക്ക് നാട്ടിലും വിദേശത്തും നിരവധി ഉയർന്ന നിലവാരമുള്ള തൊഴിലവസരങ്ങളുണ്ട്. നല്ലൊരു ജോലി വേണമെന്ന് ആഗ്രഹിക്കാത്തവർ ആരുമുണ്ടാകില്ല. പുതിയ സ്വപ്നങ്ങൾ കാണുവാൻ, ആ സ്വപ്നങ്ങളെ യാഥാർത്ഥ്യമാക്കുവാൻ വിദേശത്തേക്ക് പറക്കാൻ ഒരുങ്ങുകയാണ് അബിത. ഭർത്താവ് ഷാജി കൽക്കട്ടയിൽ സേഫ്റ്റി ഓഫീസറായി സേവനമനുഷ്ഠിക്കുകയാണ്. മകൻ അദ്വൈത് 3ാം ക്ലാസ് വിദ്യാർത്ഥിയാണ്.